ഹൈ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷമായ സ്നേഹക്കൂണ്ട് വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ പൂർണിമേനെയും പ്രതാപനെയാണ്. അപ്പോൾ പ്രതാപനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേച്ചിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ചേച്ചി തൽക്കാലം അത് മറക്കാനോ? നീ എന്തായി പറയുന്നത്? എൻ്റെ മാധവേട്ടൻ്റെ മരണത്തെപ്പറ്റി മറക്കാനാണോ നീ പറയുന്നത്? ഒരിക്കലുമില്ല. ഞാൻ ഒരിക്കലും അവരോട് ക്ഷമിക്കുകയില്ല. എന്തൊക്കെ പറഞ്ഞാലും അവർ നശിച്ച് നാരണക്കൽ പിടിച്ച് കുടുംബം മറ്റു പോവുകയുള്ളൂ എന്ന് പറഞ്ഞ് പ്രാഗിക്കൊണ്ട് പൂർണിമ അങ്ങ് പോവാണ്. അപ്പോൾ പ്രതാപൻ വന്ന ഈ ഫോട്ടോയുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. സങ്കടപ്പെട്ടാണ് നിൽക്കുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ പല്ലവീനെയും അതുപോലെ തന്നെ ഋതുവിനെയാണ്. അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഋതുവിനോട് കുറച്ച് കാര്യം ചോദിക്കാനുണ്ട്. നീ എന്നെ ഏട്ടത്തിയേട്ടല്ലേ കാണുന്നത്? അതെ. അപ്പോൾ ഞാൻ എന്ത് ചോദിച്ചാലും നീ സത്യമായിട്ട് ഉത്തരം പറയും, കൃത്യമായിട്ടും പറയും? ആ, പറയും. അല്ലെങ്കിൽ തന്നെ എനിക്കൊന്നും ഒളിക്കാനില്ലല്ലോ ആരുടെ മുൻപിൽ. ക്യാമ്പിൽ പോയപ്പോൾ ഉള്ള നീ അല്ല ഇപ്പോൾ തിരിച്ചു വന്നത്. നിനക്ക് നല്ല മാറ്റമുണ്ട്. ഡിപ്രഷനൊക്കെ മാറി ആൾ ഉഷാറായി, ശരിയല്ലേ? അതിനുള്ള കാരണം ക്യാമ്പല്ലേ? ആ, അതെ എന്ന് പറഞ്ഞു. എങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? പല്ലവി എന്താ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല. ഇപ്പം നിന്റെ ജീവിതത്തിൽ ഞങ്ങളല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നാ ചോദിച്ചത്. അപ്പോൾ ആളും മിണ്ടാതെ ഇങ്ങനെ ഇരുന്ന് കുറച്ചു നേരം. അല്ല, ചോദിച്ചോന്ന് മാത്രം, ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. എന്താ ഒന്നും മിണ്ടാത്തത്? സത്യത്തിൽ ഞാൻ എന്തിനാ പറയുന്നത്? കള്ളം പറയേണ്ട ആവശ്യമില്ലല്ലോ. സത്യത്തിൽ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഒരാൾ കൂടിയുണ്ട്. ആ, ക്യാമ്പിൽ നിന്ന് ഞാൻ പരിചയപ്പെട്ടതാ. പിന്നെ ഒരു ജിത്ത്. ആ, ആള് ഞങ്ങൾ തമ്മിലിപ്പോൾ നല്ല അടുപ്പത്തിലാണ് പല്ലവി. അടുപ്പം എന്ന് വെച്ചാൽ എന്നെ സേതുവേട്ടനെയും പോലെയാണോ എന്ന് ചോദിച്ചു. ആ, അതെ, അതുപോലെ തന്നെ. ഏതാണ്ട് അതുപോലൊക്കെ തന്നെ എന്ന് പറയാം. എന്നെ എന്തെങ്കിലും ഒരു കുടുംബജീവിതം എനിക്കുണ്ടാവുകയാണെങ്കിൽ എൻ്റെ പാർട്ട്ണറായിട്ട് ജിത്ത് വരണം എന്ന് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. അല്ല, ഈ ജിത്ത് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളല്ലേ? അതെ, വിശ്വസിക്കാൻ കൊള്ളാം. എനിക്ക് നല്ലൊരു ആശ്വാസം തരുന്ന ഒരാളാണ്. പിന്നെ സത്യത്തിൽ ക്യാമ്പ് കാരണമല്ല, ജിത്ത് കാരണമാണ് ഞാൻ ഇങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ. അതാണ് സത്യവും. ജിത്തുമായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ, അടുത്തിടപഴകുമ്പോൾ അങ്ങനെ എന്തോ ഒരു പോസിറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു ആശ്വാസമാണ് എനിക്ക് തോന്നുക. ആണുങ്ങളാണ്, പറഞ്ഞു പറ്റിക്കാൻ ഭയങ്കര മിടുക്കരാണ്. അതുകൊണ്ട് നീ ചതിക്കപ്പെടാൻ പാടില്ല. ജിത്ത് ഒരിക്കലും എന്നെ ചതിക്കില്ല. അത്ര നല്ല ആളാ. നിന്റെ വിശ്വാസം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ. പിന്നെ ഞാൻ ബുദ്ധിയില്ലാത്തൊരു കൊച്ചുകുട്ടിയല്ലല്ലോ. ഒരാളെ കണ്ട കുറച്ചൊക്കെ എനിക്ക് മനസ്സിലാവും. എന്നെ ചതിക്കാൻ ഞാൻ ആർക്കും ഒരവസരവും കൊടുക്കില്ല. പിന്നെ ജിത്ത് അങ്ങനെ ചെയ്യുകയില്ല. ശരി, നിന്റെ വിശ്വാസം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ. ഞങ്ങൾ വിവാഹം കഴിക്കും. ഇനി അങ്ങോട്ടുള്ള എൻ്റെ ജീവിതത്തിൽ ജിത്ത് കൂടി ഉണ്ടാവും. അപ്പോൾ പല്ലവിക്ക് സന്തോഷമായി കേട്ടോ. ആഗ്രഹിക്കുന്ന പോലെ ഒക്കെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പല്ലവി ഒരു ആശംസയൊക്കെ പറഞ്ഞു. അപ്പോൾ താങ്ക് യു എന്ന് ഋതുവും തിരിച്ചു പറഞ്ഞു. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ സേതുവിനെയാണ്. ആള് പല്ലവിയുടെയും അതുപോലെ തന്നെ സേതുവിൻ്റെയും ആ ഒരു വെഡ്ഡിങ്ങിൻ്റെ ആ ഫോട്ടോഷൂട്ടിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, അത് കണ്ടുകൊണ്ടിരിക്കുക. എപ്പോഴും ഇത് തന്നെയാണോ പണി എന്ന് ചോദിച്ച് പല്ലവി അങ്ങ് വരിക. എത്ര കണ്ടാലും മതിയാവില്ല. എന്നാൽ തൽക്കാലം ഇത് മാറ്റിവെക്കുക. നമുക്ക് ഇതിനെക്കാളും പ്രധാനപ്പെട്ടൊരു വിഷയം സംസാരിക്കാനുണ്ട്. എന്താ പല്ലവി എന്ന് ചോദിച്ചോ? ജീവിതത്തിലെ ഓരോ തിരിവുകളിലും ഓരോ വിസ്മയം കാത്തിരിക്കുന്നു എന്ന് എഴുതിയതാരാ? അത് ഞാനല്ല. അത് ഞാനും അല്ല. അതുപോലൊരു സംഭവം നമ്മുടെ ഋതുവിൻ്റെ ജീവിതത്തിലും ഉണ്ടായി ചെയ്തു കേട്ടാ. ഒരാൾ ഋതുവിൻ്റെ മനസ്സ് മോഷ്ടിച്ചു. മനസ്സ് മോഷ്ടിക്കേ? നീ എന്തായി പറയുന്നത് എന്ന് പറഞ്ഞു. ആരാ? എങ്ങനെ? അതൊക്കെയുണ്ട്. അതെ, നമ്മൾ വിചാരിച്ചിരുന്നത് ക്യാമ്പ് കാരണമാണ് ഋതു സ്മാർട്ടായതെന്നല്ലേ? എങ്കിൽ അങ്ങനെയല്ല സംഭവിച്ചത്. ക്യാമ്പ് അല്ല. പിന്നെ? അതെ, ഒരാളാ. ഒരാള്. ആര്? ഏതാളാ നീ പറയുന്നത്? ഇതേ എൻ്റെ സേതു ഏട്ടാ. ഋതു ഒരാളുമായിട്ട് ഒരു അടുപ്പത്തിലാണെന്നാ പറഞ്ഞത്. ആ ഒരു അടുപ്പത്തിൻ്റെ സന്തോഷം അവളുടെ പെരുമാറ്റത്തിലൊക്കെ കാണുന്നത്. ആണോ? സത്യമാണോ താൻ പറയണത്? പിന്നല്ലാതെ ഞാൻ എന്തിനാ നുണ പറയുന്നത്? സ്വാതിയാ ഈ രഹസ്യം ആദ്യം കണ്ടുപിടിച്ചത്. അവൾ എന്നോട് പറഞ്ഞു. ഞാനിപ്പോൾ അത് ഋതുവിനോട് ചോദിച്ചു. എന്നിട്ട് അപ്പം അവളത് സമ്മതിച്ചു. ജിത്ത്. വിത്തോ?
വിത്തല്ല, ജിത്ത്. ജിത്ത് നീലകണ്ഠൻ, അങ്ങനെയാണ് അയാളുടെ പേര്. നമ്മുടെ ഋതുവിൻ്റെ നായകൻ. എനിക്ക് എന്തായാലും സന്തോഷമുള്ളൂ. കല്യാണം തന്നെ കഴിക്കില്ല എന്ന് പറഞ്ഞ് നടന്ന പെണ്ണല്ലേ അവള്. അപ്പം പിന്നെ സന്യസിക്കണമെന്ന് തീരുമാനിച്ച ആളും. ആ തീരുമാനമൊക്കെ മാറാൻ ഈ ജിത്ത് കാരണമായിട്ടുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യമല്ലേ? അതെ, ക്യാമ്പിൽ വെച്ച് കിട്ടിയ പരിചയമാണ്. അത് പെട്ടെന്ന് കയറി വളർന്നങ്ങ് പന്തലിച്ചു. ഇപ്പോൾ പരസ്പരം പിരിയാൻ പറ്റാത്ത അവസ്ഥയിലാണെന്നാ തോന്നുന്നത്. നമ്മളെപ്പോലെ അല്ലേ? ആ, അതെ അതെ എന്ന് പറഞ്ഞു. എനിക്ക് ഒരു വിരോധമില്ല. പക്ഷേ അവൻ എങ്ങനെയുള്ള ആളാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പിന്നെ പ്രേമത്തിന് കണ്ണും മൂക്കൊന്നും ഇല്ലെന്നല്ലേ പറയാ. അതുകൊണ്ട് അവൾ തിരഞ്ഞെടുത്തത് ശരിക്കുള്ള ആളെ തന്നെയാണെന്നൊന്ന് അറിയണമല്ലോ. അതിനൊരു കാര്യം ചെയ്യാം. പല്ലവി ചെന്ന് അവനെ ഒന്ന് കാണണം. ആ ജിത്തിനെ. ഞാനോ? ആ, നീ തന്നെ. പിന്നെ ഈ നേരിട്ട് സംസാരിക്കുമ്പോൾ ഏകദേശം ഒരു രൂപമൊക്കെ കിട്ടിയെന്നിരിക്കും. അവൻ നല്ലവനാണ് എങ്കിൽ നമുക്കെന്താ പ്രശ്നം? പിന്നെ ഇനി അഥവാ നല്ലവനല്ല എങ്കിൽ അങ്ങനെ വരാൻ വഴിയില്ല. ഋതുവിൻ്റെ സെലക്ഷൻ അല്ലേ, അവള് അങ്ങനെ സെലക്ഷൻ നല്ലതായിരിക്കും എന്നിങ്ങനെ സേതു തന്നെ പറയുക. എന്നാൽ പിന്നെ സേതുവേട്ടനോടെ വാ. വേണ്ട വേണ്ട വേണ്ട, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോകാന്നേ. അത് വേണ്ട. അതെന്താണെന്ന് വെച്ചാൽ ആദ്യം പല്ലവി, പിന്നീട് നിങ്ങളെല്ലാവരും കണ്ട് ഓക്കെ ആണെങ്കിൽ ഫൈനൽ ഈ വലിയ ഏട്ടൻ അങ്ങോട്ട് വരും. അതോടെ ഫിക്സ്. എന്താ, ഓക്കെ അല്ലേ? ആയിക്കോട്ടെ, ശരി. എന്നാൽ എത്രയും പെട്ടെന്ന് ജിത്തിനെ കാണാം. പിന്നെ കാണുന്നത് നമ്മുടെ രാജലക്ഷ്മിനെയാണ്. അപ്പോൾ ഒരാൾ പച്ചക്കറിയായിട്ട് വന്നിരിക്കുക. ഇതാര്, സർളയോ? കുറേ നാളായല്ലോ കണ്ടിട്ട്. നാട്ടിൽ പോയിരിക്കുകയായിരുന്നു ചേച്ചി. അധിക ദിവസം നിന്നേ, കുറേ നാൾ കൂടി പോയതല്ലേ, അതാ. എന്തൊക്കെയാ പച്ചക്കറികൾ എന്ന് ചോദിച്ചിങ്ങനെ എടുക്കുകയാണ്. അപ്പോഴേക്കും പാറു അങ്ങോട്ടേക്ക് വന്നു കേട്ടോ. അല്ല ചേച്ചി, ഇതാരാ ചേച്ചി ഈ പുതിയ ഒരാൾ എന്ന് ചോദിച്ചു. ആ, അതോ, ഇത് രണ്ടാമത്തവൻ്റെ ഭാര്യയാ. അത് ശരി. അപ്പോൾ മോൻ്റെ കല്യാണം കഴിഞ്ഞു അല്ലേ? പെണ്ണൊരും വിട്ടാൽ ആർക്കെങ്കിലും തടയാൻ പറ്റുമോ സർലേ? അപ്പോൾ പാറൂനിയാണ്. എൻ്റെ മോനാണെങ്കിൽ ഒരു പൊട്ടൻ. തോല് വെളുപ്പും ചിരിയും കണ്ടപ്പോൾ അവനങ്ങ് മയങ്ങി വീണു. അതുകൊണ്ടെന്നാ 10 പൈസയുടെ ചെലവില്ലാതെ പെണ്ണ് ഈ വീട്ടിൽ വന്നങ്ങ് കയറി. ആർക്ക്? ജനിപ്പിച്ച തന്തയ്ക്കും തള്ളയ്ക്കും ലാഭം എന്ന് ആ മക്കളായ ഇത് ഇങ്ങനെ വേണം. പിടിച്ചപ്പോൾ പുളിങ്കൊമ്പിൽ തന്നെ കയറി പിടിച്ചു അല്ലേ? ഞാൻ വലിഞ്ഞു കയറി വന്നതൊന്നുമല്ല. ഇങ്ങോട്ടാ നിങ്ങളുടെ മോൻ വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞത് എന്ന് പാറു പറഞ്ഞു. ഒഴിയാൻ ഞാൻ പരമാവധി നോക്കിയതാ, അതിനെ സമ്മതിച്ചില്ല നിങ്ങളുടെ മോൻ. മിണ്ടാതിരിക്കട്ടെ അവിടെ. ഞാൻ സംസാരിക്കുമ്പോൾ ഇടയിൽ കയറി സംസാരിക്കാൻ നിനക്കാരടി അധികാരം തന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നും മിണ്ടിയില്ല. നിലയ്ക്ക് നിന്നോണം, അല്ലെങ്കിൽ ചിലപ്പോൾ പറക്കാൻ ഞാൻ എന്താ പട്ടോ എന്ന് ചോദിച്ചു പാറു. എന്നെ എൻ്റെ വീട്ടുകാരെയും കുറ്റം പറഞ്ഞാൽ അത് കേട്ട് നിൽക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല. ഞാൻ പ്രതികരിച്ച എനിക്ക് പുല്ലടി. നിൻ്റെ ചേച്ചിയുടെ ഗതി അറിയാമല്ലോ, അതേ ഗതി തന്നെ നിനക്കും വരും, പറഞ്ഞേക്കാം. കെട്ടും പാണ്ടും എടുത്ത് പൂട്ടിക്കെട്ടി തിരിച്ചു പോകേണ്ടി വരും നിനക്ക്. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ എൻ്റെ ഭർത്താവ് ഉണ്ടായിരിക്കും. ഓഹോ, എങ്കിൽ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു പാറു. ഇവർ രണ്ടുപേരുടെ പൊരിഞ്ഞതല്ല, വെറുതെ അല്ല സ്വന്തം ജീവിതത്തിൽ ഓരോന്ന് സംഭവിച്ചത്. കയ്യിലിരിപ്പിതല്ലേ. എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്നാടി? എൻ്റെ ഭർത്താവ് എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായ കാരണങ്ങളുമുണ്ട്. എവിടുന്നോ വലിഞ്ഞു കയറി വന്ന നിന്നെയൊന്നും ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കതില്ല, മനസ്സിലായോടി എന്ന് ചോദിച്ചു. എന്നിട്ട് അവിടെ ഇരുന്നൊരു വഴുതനങ്ങി എടുത്തോണ്ട് നേരെ അങ്ങോട്ടേക്ക് ചെല്ലാണ്. മിണ്ടാതെ ഭാഗത്തിരുന്നോണം, മനസ്സിലായോ? എന്നെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞെങ്കിൽ കുത്തിക്കേറ്റി ഞാൻ എന്ന് പറഞ്ഞു. അതെ, നിങ്ങൾ ആരാന്നാ നിങ്ങളുടെ വിചാരം? എന്നെ എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾ വിവരം അറിയും എന്ന് പറഞ്ഞു. എന്നാൽ വിവരം അറിയിക്കടി എന്ന് പറഞ്ഞ് ഇവളുടെ കഴുത്തിൽ കയറി പിടിച്ചു. വിളിക്കടി നീ ആരാന്ന് വെച്ചാ. ഈ സമയത്ത് പച്ചക്കറിക്കാരി ഈ പച്ചക്കറി എടുത്തുകൊണ്ട് 100 വിട്ടു കേട്ടോ. ഇതിവിടെ നിന്നാ പ്രശ്നമാണ്. എന്നിട്ട് ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധമാണ്. നീ വിവരം അറിയിക്കുന്നില്ലേ? കാണിച്ചു തരാം നിങ്ങളെ ഞാൻ. വിഷയം വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇത് എന്ന് പറഞ്ഞു. ആ കയ്യിലിരുന്ന് വഴുതനങ്ങ വെച്ച് ഒരൊറ്റ അടി അങ്ങ് വെച്ച് കൊടുത്തു പാറുവിൻ്റെ കവളിനിട്ട്. അപ്പോൾ ആളുടെ കവളൊക്കെ ഇങ്ങനെ ചുമന്നു കേട്ടോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കൊന്നു കളയും ഞാൻ മര്യാദക്കല്ലെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മി അകത്തേക്ക് പോയി. അപ്പോൾ പാറുവിന് അടിയും കിട്ടി. പാറു ആകെ സങ്കടപ്പെട്ടെന്ന് കരയാണ്. അപ്പോൾ വിശ്വം വന്ന് നോക്കുമ്പോഴത്തേനും മുറി വെട്ടമൊന്നുമില്ല. പാറു എന്ന് വന്ന് വിളിച്ചു. പക്ഷെ പാറുവിന് അനക്കമൊന്നുമില്ല. വിശ്വം വന്ന് നോക്കുമ്പോൾ പാറോടെ ഈ റൂമിൽ
ലൈറ്റൊക്കെ ഇടാതിരുന്ന് കരയാണ്. ഇതെന്താ ഇരുട്ടത്തിരിക്കുന്നത്? ലൈറ്റ് ഇട്ട് നോക്കി. എന്താടോ എന്ന് ചോദിച്ചു. അപ്പം ഒന്ന് ചിരിച്ചോണ്ടാണ് ആൾ വന്നത്. അപ്പോഴാണ് ഈ മുഖത്തെ ഈ പാട് വിശ്വം കാണുന്നത്. പാറു, എന്താ പറ്റിയെന്ന് നിങ്ങളുടെ അമ്മയോട് ചെന്ന് ചോദിക്കുക എന്ന് പറഞ്ഞു. ഡൊമസ്റ്റിക് വയലൻസിന് കേസ് കൊടുക്കാനായിട്ട് ഞാൻ ശക്തമായ വകുപ്പുണ്ടിത്. ഞാൻ അത് വെച്ചൊരു പരാതി കൊടുക്കാൻ പോവാ നിങ്ങളുടെ അമ്മയ്ക്കെതിരെ. ഓഹോ, അപ്പം അമ്മ ചെയ്തതാണോ ഇത്? എങ്കിൽ അതൊന്ന് ചോദിക്കണമല്ലോ. പാറു ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത്? വിശ്വ പാറുവിനെ വിളിച്ചോണ്ട് നേരെ വിശ്വ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അപ്പം ഇന്ദ്രൻ ഭ്രാന്ത് പിടിച്ച് അതിലെ നടപ്പുണ്ട് കേട്ടോ. അപ്പം വീട്ടിൽ ചെന്ന് അമ്മേ എന്ന് വിളിച്ചു. അമ്മേ എന്ന് വിളിച്ചപ്പോഴത്തേനും എന്താടാ എന്ന് ചോദിച്ചു അങ്ങോട്ടേക്ക് വന്നു. ഇന്ദ്രനോട് നിൽപ്പുണ്ട് കേട്ടോ. ആ വേഗം തന്നെ എന്തായി കാണിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു. ഓ ദേ, നിങ്ങൾക്ക് തല്ലി ചതയ്ക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇവളെ കല്യാണം കഴിച്ചിരിക്കുന്നത്. നിലത്ത് നിൽക്കണം. എന്നെ പഠിപ്പിക്കാൻ വന്നാലേ ഇതല്ല ഇതിലപ്പുറവും സംഭവിക്കും എന്നാണ് രാജലക്ഷ്മി. എങ്കിൽ അമ്മ വിവരം അറിയുകയും ചെയ്യും എന്ന് പറഞ്ഞു. കറക്റ്റ്, അമ്മ വിവരം അറിയണോടാ. ഡാ. അപ്പോൾ ഇന്ദ്രൻ വേഗം അമ്മയെ പാറ ഇൻസൾട്ട് ചെയ്തു. അതും പച്ചക്കറി വേൽക്കാൻ വന്ന സ്ത്രീയുടെ മുന്നിൽ വെച്ച്. ഇറ്റ്സ് ടു ബാഡ് എന്ന് ഇന്ദ്രൻ. അപ്പോൾ ഇന്ദ്രൻ ഇവരുടെ നടുക്ക് കയറി കിടന്ന് കളിക്കുകയാണ് കേട്ടോ. അതെ, ഞാൻ ആരെയും ഇൻസൾട്ട് ചെയ്തിട്ടൊന്നുമില്ല. എന്നെയാ അമ്മ അപമാനിച്ചത്. വിഷുവിനെ വലവീശി പിടിച്ചത് ഞാനാണെന്ന് അമ്മ പറഞ്ഞു. അങ്ങനെയാ ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായത്. ആ, അത് അമ്മ പറഞ്ഞത് മോശമായിപ്പോയി. നീ ഒന്ന് പോടാ എന്ന് പറഞ്ഞു ഇന്ദ്രനോട്. ഹോ, നീ എല്ലാതും തികഞ്ഞവള്. ഡി, എൻ്റെ ഭർത്താവിനെ എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ കയ്യിലിരിപ്പുകൊണ്ടാന്ന് നീ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. പറയടി. അങ്ങനെ പാറു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർവതി പറഞ്ഞത് തെറ്റാ എന്നുടനെ ഇന്ദ്രൻ. അത് കേട്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല. ആർക്കും സഹിക്കില്ല? അതിന് അമ്മ ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്? പാറുവിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് എന്നോട് പറയണം. ഞാനത് തിരുത്തും. അല്ലാതെ ശാരീരികമായിട്ട് ഉപദ്രവിക്കാനുള്ള അവകാശമൊന്നും അമ്മയ്ക്കില്ല. അത് അവൻ പറഞ്ഞത് ശരിയാ. അത് കറക്റ്റാ കേട്ടോ. ഇവനോട് പറഞ്ഞിരുന്നെങ്കിൽ ഇവനത് സോൾവ് ചെയ്തേനല്ലോ. അമ്മയെ കണ്ണനോട് പറയാത്തത്? പാറുവിനെ അമ്മ എന്തിനാ തല്ലിയത്? അപ്പം ഇന്ദ്രൻ രണ്ട് വള്ളത്തിലും ചവിട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. ഡോ, താനൊന്നും മിണ്ടാതിരിക്കാടെ, വലിയൊരു പുണ്യാളം വന്നിരിക്കുന്നു. എന്താടാ കണ്ണാ എനിക്ക് കുഴപ്പം? ഓ, തനിക്ക് കുഴപ്പങ്ങളേ ഉള്ളൂ. വിശ്വ, എൻ്റെ പേരിൽ നീ ആരെയും വഴക്കൊന്നും ഉണ്ടാക്കണ്ട. ചെല്ലടാ, ചെന്ന് വാലാട്ടി ചെല്ല്. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലാൽ ഇത് ആവർത്തിക്കരുത്. ദേ, അമ്മയോടാ ഈ പറയുന്നത്. ആവർത്തിച്ച ഈ വിശ്വം ആരാണെന്നും എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നും അമ്മ അറിയാം. പറഞ്ഞേക്കാം. വാ പാറു എന്ന് പറഞ്ഞ് പാറുവിനെയും കൂട്ടിക്കൊണ്ടങ്ങ് പോയി. ചെയ്യൂടാ, ഞാൻ ഇനിയും ചെയ്യൂടാ. വേണ്ടി വന്നാൽ ഞാൻ അവളുടെ താല തല്ലിപ്പൊളിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം ഇന്ദ്രൻ ചെന്നിട്ട് പൊട്ടിക്കണം. അമ്മേ, ഇപ്പം അമ്മ എന്തുകൊണ്ടാണ് തല്ലിയത്? വഴുതനങ്ങ കൊണ്ട്. ആ, എന്നാൽ ഒരു കാര്യം ചെയ്യണം. അടുത്ത പ്രാവശ്യം തേങ്ങ വെച്ച് തലക്കടിക്കണം. അപ്പോൾ അവളുടെ തല പൊട്ടുകയും ചെയ്യും. ആ പൊട്ടിയ തേങ്ങ വെച്ച് അമ്മയ്ക്ക് ചമ്മന്തി അരയ്ക്കുകയും ചെയ്യാം. ചമ്മന്തി അരയ്ക്കേ? ഇവനെന്തീ പറഞ്ഞത്? എന്നെ കളിയാക്കിയതാണോ? എന്നിട്ട് രാജലക്ഷ്മി അങ്ങോട്ടേക്ക് പോവുകയും ചെയ്തു കേട്ടോ. എന്നിട്ട് ഇന്ദ്രനാണെ ഭ്രാന്ത് പിടിച്ച് ഇവരെല്ലാവരോട് ചേർന്ന് എന്നെ ഭ്രാന്ത് പിടിപ്പിച്ച് ഭ്രാന്തനാക്കി മാറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഒച്ചയ്ക്ക് ഭയങ്കര സീനൊക്കെ വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ പാറുവിനെയും കൂട്ടി വിശ്വൻ നേരെ റൂമിലേക്ക് എത്തി. അപ്പം ആൾ ഭയങ്കര സങ്കടത്തിലാണ് കേട്ടോ. പാറു, ഇനി ഇങ്ങനൊന്നും ഉണ്ടാവില്ല. ഇത്തവണത്തേക്ക് താനൊന്ന് ക്ഷമിക്കാം. പിന്നെ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ താൻ ആ നിമിഷം എന്നെ ഫോൺ ചെയ്താൽ മതി. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അത് പിന്നെ പാറു, തൽക്കാലം ഈ വിവരം സ്വന്തം വീട്ടിലൊന്നും വിളിച്ച് അറിയിക്കണ്ട. വെറുതെ അവനെ എന്തിനാ വിഷമിപ്പിക്കുന്നത്? വിശ്വൻ ഇത് കാണുമ്പോൾ ഒരു സങ്കടവും വിഷമവും ഒന്നും തോന്നില്ലെന്നോ? എനിക്ക് നല്ല വിഷമമുണ്ടോ. പക്ഷേ പാറു, എടോ, അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ മാപ്പ് ചോദിക്കാം എന്ന് പറയാണ്. അപ്പോഴേക്കും പാറു പൊട്ടിപ്പോയി കേട്ടോ. ആൾ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുകയായിരുന്നു. കരയാതെ, പാറു വിഷമിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് ആളെ ഇങ്ങനെ ചേർത്തൊക്കെ പിടിച്ചു. എങ്കിലും പാറുവിന് ഭയങ്കര സങ്കടമായിപ്പോയി ഇത്രയും അപമാനം സഹിക്കേണ്ടി വന്നതിൽ. പിന്നെ കാണുന്നത് ഋതുവിനെയാണ്. ജിത്തിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മുടെ ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നു. വിളിച്ചത് ബുദ്ധിമുട്ടായോ? എന്ത് ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടില്ല. മറ്റെന്തിനേക്കാളും എന്നെ ഇപ്പം ഈ ലോകത്ത് പിടിച്ചു നിർത്തുന്നത് താനാ. അപ്പം പിന്നെ എങ്ങനെയാണ് ബുദ്ധിമുട്ടാകുക? പ്രകൃതിയുടെ ഏറ്റവും മനോഹരമായ ഋതു ഏതാണെന്നറിയോ? വസന്തം. അതല്ലേ? എൻ്റെ ജീവിതത്തിലെ വസന്തമാണ് താൻ. ജിത്തിന് നന്നായി സംസാരിക്കാനൊക്കെ അറിയാലോ. പിന്നെ അതിന് കാരണവും താൻ തന്നെയാടോ. പറയട്ടെ, ഒരു വണ്ട് ശരിക്കും നല്ലൊരു കാമുകനാകുന്നത് എപ്പോഴാണെന്നറിയോ? അറിയില്ല.
നല്ലൊരു പൂവ് കാണുമ്പോഴാണ് ആ വണ്ടിന് ഭയങ്കര സന്തോഷവും കാമുകനും ആകുന്നത്. ഞാനെന്ന വണ്ടിനെ നല്ല കാമുകനാക്കിയത് ആ നല്ല പൂവാണ് താൻ. പക്ഷേ പിന്നെ ഇന്നൊരു രസം ഉണ്ടായേ. എന്താ കേൾക്കട്ടെ? നമ്മുടെ ഒരു ബന്ധം പല്ലവി അറിഞ്ഞു. എന്നിട്ട് ഞെട്ടിത്തരിച്ചു പോയി ഇന്ദ്രൻ. ഞാൻ ആരാണെന്നും എന്താണെന്നും പല്ലവിയോട് പറഞ്ഞോ? ഇല്ല. ആശ്വാസം, ഭാഗ്യം എന്ന് പറഞ്ഞു. അതെന്താ, എന്തു പറ്റി? എന്തിനാ ഇങ്ങനെ എക്സൈറ്റഡ് ആകുന്നത്? അല്ല, എനിക്ക് സന്തോഷം കൊണ്ട് പരമേശ്വരനായതാ. അല്ല, സന്തോഷം കൊണ്ട് പരവേശം വന്നതെന്നാ പറഞ്ഞത്. അല്ല, ഇങ്ങനൊരു ഫ്രണ്ട് ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ അത് മനസ്സിലാക്കിയപ്പോൾ എക്സൈറ്റഡ് ആയി പോയതാ. അങ്ങനെ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. പല്ലവി ദേഷ്യപ്പെടുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഒന്നും ഉണ്ടായില്ല. ഭയങ്കര സന്തോഷത്തിലാണ്. കാണണമെന്ന് പറഞ്ഞിരിക്കുക. അതും എത്രയും പെട്ടെന്ന്. ആരെ? ജിത്തിനെ. അല്ലാതെ ആരെയാ? അത് വേണോ? പിന്നെ വേണ്ടേ? വേണോ? അപ്പോഴേക്കും ഇന്ദ്രൻ്റെ ബോധം പോയ പോലായി. എന്തായാലും ജിത്തിന് അവരെയൊക്കെ കാണേണ്ടതല്ലേ? എന്താ? ഒന്നുമില്ല. പിന്നെ ജിത്തിന് പല്ലവി എന്ന് വെച്ചാൽ ആരാണെന്നറിയോ? എനിക്ക് ഏട്ടൻ സേതുമാധവൻ്റെ ഭാര്യയാകാൻ പോകുന്നയാളാണ്. അപ്പോൾ ഏട്ടത്തി അമ്മയായിട്ട് വരും. അതുകൊണ്ട് ഒരു വൃത്തികെട്ടവനുണ്ടായിരുന്നു പല്ലവിയുടെ ജീവിതത്തിൽ. അതാര്? ഇന്ദ്രൻ. അവനെ ഡിവോഴ്സ് ചെയ്ത് എൻ്റെ ഏട്ടനെ കല്യാണം കഴിക്കാനിരിക്കുക പല്ലവി. ആണോ? ആ കല്യാണം നടക്കുമോ? നടക്കും. വിവരം കെട്ടവനില്ലേ ആ സൈക്കോ, അവന് അപ്പീലിന് പോലും പോയില്ലല്ലോ. പിന്നെ എന്ത് തടസ്സമാണ് ഉള്ളത് എന്ന് ചോദിച്ചു. അതെ, പല്ലവിക്ക് ജിത്തിന് ഇഷ്ടപ്പെട്ടാലേ പല്ലവി പിന്നെ എല്ലാവരെയും പറഞ്ഞ് സമ്മതിപ്പിച്ചോളൂന്നേ. ഒന്നും പേടിക്കണ്ട. പിന്നെ നമ്മുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാവും. എൻ്റെ കാര്യത്തിൽ ഇപ്പോഴേ തീരുമാനം ഉണ്ടായി. അതെന്താ? അല്ല, എന്നെപ്പോലൊരാളെ പല്ലവിക്ക് ഇഷ്ടപ്പെടുവോന്നാ? അല്ല, വേറൊന്നും കൊണ്ടല്ല. എൻ്റെ സെക്കൻഡ് മാരേജ് ആണല്ലോ. അപ്പോൾ അതൊന്നും പല്ലവിക്ക് ഒരു പ്രശ്നമേ അല്ല. എൻ്റെ ഇഷ്ടം അതാണ് അവരുടെ ഇഷ്ടം. അതെ, ജിത്തിനെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എന്തായാലും ഋതുവിൻ്റെ ആഗ്രഹമല്ലേ. അപ്പോൾ പല്ലവിയെ കണ്ടേക്കാം. അല്ല, എപ്പോഴായിരിക്കും മീറ്റിങ്? ഇന്ന് ഉച്ച കഴിഞ്ഞ്. അയ്യോ, ഇന്ന് ഉച്ച കഴിഞ്ഞോ? എന്താ? ഞാനും ഉണ്ടാവും. പിന്നെ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ വെച്ച് നമുക്ക് കാണാം. ഒരു കോഫിയൊക്കെ കുടിച്ച് നമുക്ക് സംസാരിക്കാം. സംസാരിക്കാം. എൻ്റെ ദൈവമേ, അങ്ങനെ ആവട്ടെ. എന്നാ ഡേറ്റ് ഫിക്സ് ചെയ്തോ. ഷാർപ്പ് 2 o'clock. ഓക്കെ. ശരി. എൻ്റെ അമ്മോ, എൻ്റെ മരണമണിയാണ് 2 o'clock എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ വേഗം തന്നെ ഷാർപ്പ് 2 o'clock എത്താം എന്ന് പറഞ്ഞ് വേഗം തന്നെ അവിടെ നിന്ന് സ്കൂട്ടാവുകയാണ്. വെപ്രാളം പിടിച്ചാണ് കേട്ടോ ആൾ പോകുന്നത്. അപ്പം ഋതു ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.